എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വളരെ രുചികരമായിട്ടും അധികം മസാലയൊന്നും തന്നെ ചേർക്കാതെ നല്ലൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കാം. ഈ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കധികം സമയമൊന്നും തന്നെ വേണ്ട. ആർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കിലോ ബീഫാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലെ പെരിഞ്ചീരകവും 100 ഗ്രാം അളവിലെ കൊച്ചുള്ളി കൂടെ ചേർക്കാം. കൊച്ചുള്ളിയുടെ കൂടെ തന്നെ ഒരു 10ഓളം വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവില് ചതച്ച മുളക് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാൻ മറക്കരുത്. ഇനി ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്കിത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പൊടികൾ നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് വഴറ്റിയെടുക്കാം. ബീഫിലേക്ക് മസാല മുഴുവനും തന്നെ പിടിച്ചു കിട്ടുന്നതിനായിട്ട് 1 മിനിറ്റ് നേരമെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ബീഫിലേക്ക് മസാല മുഴുവനും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ കഷ്ണങ്ങൾ വെന്ത് കിട്ടാനായിട്ട് കുക്കർ മൂടിയതിനു ശേഷം അടുപ്പിലേക്ക് മാറ്റാം. ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ഒരു 5 വിസില് ചെറിയ തീയിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ കുക്കറിലെ വിസിലൊക്കെ വന്ന് എറെല്ലാം പോയി വന്നു കഴിഞ്ഞപ്പോൾ മൂടിയൊന്ന് തുറന്ന് നോക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ ബീഫില് അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെയാണ് ഉള്ളത്. നമ്മൾ ഈ ബീഫിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് ബീഫ് വേവിച്ചെടുത്തത്. ഇനി ഒരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബീഫിലെ വെള്ളം മുഴുവനും തന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. നല്ലോണം വറ്റി വരണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അധികം മസാലകളൊന്നും തന്നെ ചേർക്കാതെ തയ്യാറാക്കിയതാണെങ്കിലും വളരെ ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ടും. വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാനായിട്ടും. ഇനി ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് നമ്മൾ ഈ ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ഇനി ആർക്കും ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. ഓവർ മസാലകളൊന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബീഫ് റോസ്റ്റ് നിങ്ങളുടെ വീടുകളിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.